നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അഗ്നി പരീക്ഷയുടെ കാലമാണ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. തൊട്ടതൊക്കെ പൊന്നാക്കുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാർ ഭസ്മാസുരന് വരം കിട്ടിയതുപോലെ തൊട്ടതൊക്കെ കരിച്ച് ഭസ്മമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അയ്യപ്പനെ തൊട്ടു കളിച്ചത് മുതൽ ശനി അടപടലം പിടികൂടിയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ. ഒഴിഞ്ഞുപോയി എന്ന് കരുതിയ പല വയ്യാവേലികളും തിരിച്ചുവന്ന് പിണറായി സർക്കാരിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ട് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ ഭരണകാലത്ത് ഉയർന്ന ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക നിയമപരമായ വെല്ലുവിളികളിൽ ഒന്നാണ് കിഫ്ബി മസാല ബോണ്ട് കേസ് എന്ന് വേണമെങ്കിലും പറയാം. സംസ്ഥാന വികസനത്തിന്റെ പേരിൽ കിഫ്ബിയെ മുന്നിൽ നിർത്തി എടുത്ത വിദേശ കടം ഇന്ന് നിയമക്കുരുക്കുകളിലേക്കും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിലേക്കും എത്തിയത് ഭരണപരാജയത്തിന്റെ വ്യക്തമായ മറ്റൊരു തെളിവാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി നേരിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഈ സർക്കാർ എല്ലാം ശരിയാണെന്ന വാദം ആവർത്തിക്കുന്നതിനിടയിൽ യാഥാർത്ഥ്യം എത്രത്തോളം വ്യത്യസ്തമാണെന്നത് തുറന്നുകാട്ടുന്നതാണ്. എന്നാൽ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസിൽ നിയമ പോരാട്ടം ശക്തമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കിഫ്ബിക്ക് പിന്നാലെ ഇഡി നോട്ടീസിനെ ചോദ്യം ചെയ്ത് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നോട്ടീസിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ തുടർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഇഡിയും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. മസാല ബോണ്ടിൽ ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്താണ് കിഫ്ബിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇഡി നടപടി നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഹർജിയിലെ വാദം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടായോ നിരോധിത ഭൂമി വാങ്ങലായോ കണക്കാക്കാനാവില്ല. വികസനത്തിന് ഭൂമി അത്യാവശ്യമാണെന്നും RBI മാർഗനിർദ്ദേശങ്ങൾ കിഫ്ബി ലംഘിച്ചിട്ടില്ല എന്നും ഹർജിയിലുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവരും ഹർജി നൽകിയിട്ടുണ്ട്. കിഫ്ബി നൽകിയ ഹർജിയിൽ മസാല ബോർഡിലെ കാരണം കാണിക്കൽ നോട്ടീസ് സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. 3 മാസത്തേക്ക് തുടർ നടപടികൾ നിർത്തിവെക്കാനായിരുന്നു കോടതി ഉത്തരവ്. ഇതിനെതിരെയാണ് ഇഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് അധികാര പരിധി മറികടന്നെന്നാണ് ഇഡി അപ്പീലിൽ പറയുന്നത്. ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇഡിക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. കിഫ്ബി മസാല ബോണ്ടുകൾ വഴി വിദേശ വിപണിയിൽ നിന്ന് കടമെടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെയാണ് എന്നതാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്ന പ്രതിരോധം. എന്നാൽ RBIയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. വിദേശ നാണയ ഇടപാടുകൾ, കടം സ്വീകരിക്കുന്നതിലെ സുതാര്യത, കേന്ദ്ര നിയമങ്ങളുടെ പരിധി എന്നിവയെല്ലാം അവഗണിച്ച് സംസ്ഥാന സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുത്തുവെന്ന സംശയം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇഡിയെ പോലെയുള്ള ഏജൻസികൾ ഇടപെടുന്നത്. കിഫ്ബി രൂപീകരിക്കപ്പെടുന്നത് സംസ്ഥാന വികസനത്തിന് പണം കണ്ടെത്താനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ്. എന്നാൽ കാലക്രമേണ അത് സർക്കാരിന്റെ സമാന്തര ഖജനാവായി മാറിയെന്ന വിമർശനം ശക്തമായി ഉയർന്നു. ബജറ്റിന് പുറത്തായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സംവിധാനം, നിയമസഭയുടെ പൂർണ്ണ നിയന്ത്രണത്തിന് പുറത്തായി പ്രവർത്തിക്കുന്ന ഘടന, ഇതൊക്കെയാണ് കിഫ്ബിയെ കുറിച്ച് വരുന്ന പ്രധാന ആരോപണങ്ങൾ. മസാല ബോണ്ട് ഇടപാടുകൾ ഈ സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള അത്യാവശ്യ വികസന ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ കടം ന്യായീകരിക്കുന്നത്. എന്നാൽ വികസനത്തിന്റെ പേരിൽ നിയമങ്ങൾ ലംഘിച്ചാൽ അത് വികസനമാകില്ല, അത് അധികാര ദുരുപയോഗമായി തീരും. ജനങ്ങളുടെ നികുതി പണവും ഭാവി തലമുറയുടെ ബാധ്യതയും പണയപ്പെടുത്തിയെടുത്ത തീരുമാനങ്ങൾ ഇന്ന് അന്വേഷണ ഏജൻസികളുടെ നോട്ടീസായി തിരികെ വന്നപ്പോൾ സർക്കാർ പറയുന്നത് രാഷ്ട്രീയ വേട്ട എന്ന പതിവ് വാചകമാണ്. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയം എന്ന മറുപടി മതിയാകില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേസിൽ പ്രതിരോധം നയിക്കേണ്ടി വരുന്നത് ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒന്നുകൂടിയാണ്. കള്ളമില്ലാത്തിടത്ത് പേടിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണത്തെ തുറന്ന മനസ്സോടെ നേരിടാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഓരോ അന്വേഷണത്തെയും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രതികാരം എന്ന മുദ്രകുത്തി ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ വ്യക്തമായ മറുപടിയില്ല. കോടതി ഇഡി നോട്ടീസിന് സ്റ്റേ നൽകിയതിനെ സർക്കാർ വലിയ വിജയം പോലെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്റ്റേ എന്നത് കുറ്റവിമുക്തിയല്ല, അന്വേഷണത്തിന് അവസരം നൽകുന്ന ഒരു താൽക്കാലിക നിയമ നടപടിയാണെന്ന സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഇഡി ആ സ്റ്റേക്കെതിരെ അപ്പീൽ നൽകിയതോടെ വിഷയം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഈ കേസ് എളുപ്പത്തിൽ അവസാനിക്കില്ല, മറിച്ച് കൂടുതൽ നിയമപരമായ പരിശോധനകളിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് സുതാര്യതയും കർശന ഭരണവും വാഗ്ദാനം ചെയ്താണ്.
എന്നാൽ സ്വർണ്ണക്കടത്ത് മുതൽ കിഫ്ബി വരെ, ലൈഫ് മിഷൻ മുതൽ മറ്റ് ധനകാര്യ ഇടപാടുകൾ വരെ സർക്കാരിന്റെ കാലത്ത് ഉയർന്ന വിവാദങ്ങളുടെ പട്ടിക നീളുകയാണ്. ഓരോ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രതിരോധത്തിലാകുന്നത് ഈ ഭരണത്തിന്റെ ശുദ്ധിയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനങ്ങളോ രാഷ്ട്രീയ പ്രസ്താവനകളോ അല്ല, വ്യക്തമായ ഉത്തരവാദിത്വമാണ്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുകളിൽ നിയമലംഘനം നടന്നിട്ടില്ല എങ്കിൽ എല്ലാ രേഖകളും തുറന്നു വെച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. മറിച്ച് അന്വേഷണ ഏജൻസികളെ കുറ്റപ്പെടുത്തി കേന്ദ്രത്തെ പഴിച്ച് കോടതിയുടെ പിന്നിൽ ഒളിച്ചു കളിച്ചാൽ സംശയങ്ങൾ മാത്രം വർദ്ധിക്കും. ഈ കേസിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടത് വികസനം എന്ന പേരിൽ സുതാര്യത ഉപേക്ഷിച്ചതിലൂടെയാണ്. നിയമങ്ങൾക്ക് മുകളിൽ സർക്കാർ ഇല്ല, അധികാരമെല്ലാം താൽക്കാലികമാണ്. എന്നാൽ എടുത്ത തീരുമാനങ്ങളുടെ ബാധ്യത ദീർഘകാലം നിലനിൽക്കുന്നതാണ്. കിഫ്ബി മസാല ബോണ്ട് കേസ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നതിൽ സംശയമില്ല.